വിജയരാഘവനെ പോലെയല്ല, കടുകട്ടിയല്ല, എന്നാൽ വിട്ടുവീഴ്ചയുമില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ്. പക്ഷേ വളരെ നയതന്ത്രം അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ വിജയരാഘവന് നയമുണ്ട്, തന്ത്രം കുറവ്. തന്ത്രം ഉണ്ടെങ്കിൽ നയമില്ല. ഇത് രണ്ടും കൂടെ ചേർന്നുള്ളത്. ഇത് രണ്ടുമുള്ളത് നമ്മുടെ ഗിരീഷ് ബാബു നായനെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ളത് മുഴുക്ക ഇതിനകത്ത് ചെയ്യിച്ചിട്ടുണ്ട്. എന്തെല്ലാം ഈ ടെക്നോ പാർക്കിന് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ അതല്ല. ഇനി ഒരു വഴിയുടെ പ്രശ്നം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഞാൻ കൗൺസിലർ ശോഭാ ശിവത്തും ഒരേ ലെവലിലാണ്. നമ്മുടെ ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് അല്പ വഴി വേണം. അത് തരാനായിട്ട് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ ഈ ടെക്നോ പാർക്കിന്റെ 3ാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്നോ സിറ്റി ഇതിനേക്കാൾ വലിയ സമരം നടന്നതാണ്. അന്ന് ശ്രീ രാധാകൃഷ്ണനായിരുന്നു അന്ന് CEO. അദ്ദേഹം അവസാനം അവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണ് ചെയ്തത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. ടെൻഷൻ സഹിക്കാൻ വയ്യാതെ ജോലി ഉപേക്ഷിച്ചു പോയി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സ്ഥലവും 500 ഏക്കർ എടുത്തു തന്നു. ഈ ഭൂമി